ഹായ് ഹലോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നവധാന്യങ്ങളെ ദോശ. ആക്ച്വലി നവധാന്യങ്ങളല്ല, അതിൽ കൂടുതൽ സാധനങ്ങളുണ്ട് ദോശയിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഹെൽത്തി സാധനമാണ്. കുട്ടികൾക്ക് ഇങ്ങനെ പരിപ്പും സാധനങ്ങളും വെജിറ്റബിളൊന്നും വയറ്റിലെത്തുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഒരു നവധാന്യങ്ങളെ ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പം അതാണ് അതിൻ്റെ സാധനങ്ങൾ. ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കേ. ഇതിൽ നവധാന്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതൽ ധാന്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടലുണ്ട്, ചെറുപയറുണ്ട്, മുതിരുണ്ട്, ഉലുവുണ്ട്, പിന്നെ തുവരപ്പരിപ്പുണ്ട്, മമ്പയറുണ്ട്, മസൂരി ദാലുണ്ട്, ചുവന്ന പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ ഇതായി സോയാബീൻ, പിന്നെ വെളുത്ത ചന, അതിനെന്താ പറയുക, വെളുത്ത കടലില്ലേ അത്, ചിക്ക് പീസ്, യെസ് ചിക്ക് പീസ്. ഇതെല്ലാം സാധനമുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കും. അതിൻ്റെ കൂടെ കുറച്ച് ഈ കമ്പത്തിൻ്റെ പൊടി, റാഗീൻ്റെ പൊടി അത് മിക്സ് ചെയ്യും. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ, ക്യാരറ്റ് ഇതും കൂടെ അരച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പം 1 മണിക്കൂർ 1.5 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ ഞാൻ പുതിർത്തിയിട്ട്. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ പുതിർന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കേ. ഇതാ അരച്ച മിക്സ് ഇതാ നന്നായിട്ട് ഇതെങ്ങനെയായിട്ട്. ഇതിൽ ഞാൻ ബാജ്രേൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ബാജ്രയ്ക്ക് മലയാളത്തിൽ എന്താ പറയുക എനിക്ക് ശരിക്കും അറിയില്ല. അതും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നല്ല തിക്ക് മിക്സ് ആയിട്ട് നല്ല മുരിഞ്ഞ് നെയ്യൊക്കെ ഒഴിച്ചിട്ട്, സൈഡിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല കുറുകുറെ നല്ല ദോശ ഉണ്ടാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ലതാണ്. ഇതിലുള്ള നിറയെ പ്രോട്ടീൻസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ പരിപ്പൊന്നും കൂട്ടാത്ത കുട്ടികൾക്കൊക്കെ നിറയെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലിനും ഹെൽത്തിനും എല്ലാം നല്ലതാണ്. അപ്പം ഇവിടുത്തെ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോഴേക്കും പിന്നെ കഴിക്കാനൊന്നും നേരമില്ല. പിന്നെ 7-7:30 ആകുമ്പോൾ ഇവിടെ കുട്ടികൾ ഉറങ്ങാൻ കിടക്കും. പിന്നെ 7-8 മണിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അത് കാരണം സാറ്റർഡേ സൺഡേ മാത്രമേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ശരിക്കായിട്ട് കഴിക്കും. അപ്പം വൈകുന്നേരം ഇത് വരുമ്പോൾ നല്ല നെയ്യിലൊക്കെ ഇട്ട് പൊരിച്ചൊക്കെ കൊടുത്ത് നല്ല എണ്ണ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം സമയം പിടിക്കും അത് വെന്ത് നല്ല ഇതാവാൻ. ഇപ്പോൾ സമയം എടുത്തിട്ട് ഉണ്ടാക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും അഭിപ്രായം പറയാം. ഓക്കെ, ബായ്. ചീസൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് നല്ല മുരിച്ച് നല്ല ദോശ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എന്തായാലും കഴിച്ചോളും. മുകളിൽ ചീസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് സൂപ്പറായിട്ട് വരും. അപ്പം അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുട്ടികൾക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും കഴിച്ചോളും. ഓക്കെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നല്ല എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയണം. അതായിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. വലിയ വട്ടത്തിലൊന്നും കുറേ വട്ടത്തിലൊന്നും ഉണ്ടാക്കണ്ട. ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ സൈഡ് പോലെ ആദ്യം നെയ്യൊക്കെ ഒന്ന് ഒഴിക്കുക. എന്നിട്ട് ഇതായി കഴിഞ്ഞ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചീസ് ഇട്ടാൽ മതി. കുട്ടികൾക്കൊരു ഇതാവും. അതിൻ്റെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗാർണിഷ് ചെയ്യാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും. ഓക്കെ, ബായ്. അതിൻ്റെ കൂടെ നല്ല നാളികേര ചട്നി ഉണ്ടാക്കുക. ഇതാ സൂപ്പറായ നാളികേര ചട്നി ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ് എന്ത് ചട്നി ഉണ്ടാക്കണം എന്നുള്ളത്. ഞാൻ ഇന്ന് നാളികേരത്തിൻ്റെ ചട്നിയാണ് ഉണ്ടാക്കിയത്. നാളികേരത്തിൻ്റെ ചട്നിയും ഈ ദോശയും ഒക്കെ കൂടെ കഴിച്ചാൽ സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.